സന്തോഷത്തോടെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരസ്പരം ഒരു സ്തുതിയൊക്കെ കൊടുത്തേ. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. 2-3 പേർക്കും കൊടുക്കും. നിങ്ങളുടെ സ്തുതി കേട്ടിട്ട് എല്ലാവരുടെ ഉള്ളിലൊരു സമാധാനമൊക്കെ ഉണ്ടാകട്ടെ. ആമേൻ. ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജൂൺ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ജൂൺ മാസത്തിലെ എല്ലാ ദൈവകരുണയുടെ ശുശ്രൂഷയിലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ്. കാരണം ദൈവകരുണയുടെ ഉറവിട ഈശോയുടെ തിരുഹൃദയമാണ്. അപ്പം ഈ കരുണയുടെ ഉറവിടത്തെ നമ്മൾ അറിയുകയാണ്. ഈ ഉറവ് ജാലയിലേക്ക് നമ്മൾ ആഴത്തിലങ്ങ് അടുക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഈശോയുടെ തിരുഹൃദയമാകുന്ന ആ ഉറവയെ, ആ കരുണയുടെ ഉറവിടത്തെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ വേറൊരാളെ നമ്മൾ കാണണം എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അതാരാണ് ആള്? ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയം കുത്തിത്തുറക്കപ്പെട്ടപ്പോൾ മറമാറ്റി കാണിച്ചു തന്ന അതാരാണ്? പിതാവ്. ആബാ, പിതാവ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ മറ്റൊരു ഹൃദയം കൂടി ഉണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതാരുടെ ഹൃദയമാണെന്നാണ് പറഞ്ഞത്? പിതാവിൻ്റെ ഹൃദയം. ഈശോയുടെ കുരിശിൽ തകർക്കപ്പെട്ട ശരീരത്തിൽ നമുക്ക് ഈശോയുടെ മുഖത്തോടൊപ്പം വേറൊരു മുഖം കൂടെ കാണാൻ പറ്റും. അതാരുടെ മുഖമാണ്? എൻ്റെ അപ്പൻ്റെ മുഖമാണ്. പറഞ്ഞ്, അതാരുടെ മുഖമാണ്? എൻ്റെ അപ്പൻ്റെ മുഖമാണ്. ആബായുടെ മുഖമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ മറ്റൊരു ഹൃദയം കൂടെ ഞാൻ കാണുന്നതുണ്ട്. അതെൻ്റെ അപ്പൻ്റെ ഹൃദയമാണ്. അവിടെ മൂന്നാമതൊരു ഹൃദയം കൂടെ കാണുന്നുണ്ട്. അത് ഈ മകളുടെ ഹൃദയമാണ്. ഈ മകൻ്റെ ഹൃദയമാണ്. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. സത്യമല്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:20 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിലും. നിങ്ങളും പറയണം, ഞാൻ എൻ്റെ പിതാവിലും, നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം അറിയും. ആ ദിവസം നിങ്ങൾ അറിയും. ആമേൻ, ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിലും. അതായത് ഈശോ എവിടെയാണെന്നാ പറയുന്നത്? ഈശോ പിതാവില്. ഞാൻ എൻ്റെ പിതാവിലും, നിങ്ങൾ എന്നിലും. നമ്മൾ ആരില്ല? നമ്മൾ യേശുവിൽ. അപ്പം യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ ആരില്ല? നമ്മൾ ഈശോയില്ല. അപ്പം ഈശോ ആരില്ല? പിതാവിൽ. നമ്മളാരില്ല? ഈശോയിൽ. ഇനി ബാക്കി ഒരുമിച്ച് പറയാം. ഞാൻ എൻ്റെ പിതാവിലും, നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ആമേൻ, ആമേൻ. അതായത് പ്രിയപ്പെട്ടവരെ, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അത് പിതാവുമായുള്ള ആ ഗാഢമായ സ്നേഹമാണെന്നാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത്. ഈശോയുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രബിന്ദു അത് ഈശോയ്ക്ക് തൻ്റെ പിതാവുമായുള്ള ആ ഗാഢമായ ബന്ധത്തിൻ്റെ പൂർണ്ണതയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ II പറയുകയാണ്, കരുണയിൽ സമ്പന്നൻ എന്ന് പറയുന്ന വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്, മനുഷ്യനും അവൻ്റെ സമുന്നതമായ വിളിയും, മനുഷ്യനും അവന് ലഭിച്ചിരിക്കുന്ന ആ സമുന്നതമായ വിളിയും പിതാവിൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും നിഗൂഢമായ രഹസ്യത്തിൻ്റെ വെളിപാടിലൂടെ ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാരാ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ജോൺ പോൾ II നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പം മാർപ്പാപ്പമാരെല്ലാവരും ഈ സത്യം ദൈവജനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് വായിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ മതി കേട്ടോ. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്തിലാണ്? പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അപ്പം വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പറയുകയാണ്, കരുണയിൽ സമ്പന്നൻ എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്, നമ്മളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യനും അവൻ്റെ സമുന്നതമായ വിളിയും പിതാവിൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും
നിഗൂഢമായ രഹസ്യത്തിൻ്റെ വെളിപാടിലൂടെ ക്രിസ്തുവിൽ അതെല്ലാം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പിതാവ് സർവജ്ഞനാണ്, പിതാവ് സർവശക്തനാണ്, പിതാവ് സർവ്വവ്യാപിയാണ്. ആ 3 കാര്യം പറഞ്ഞേ. പിതാവ് സർവജ്ഞനാണ്, പിതാവ് സർവശക്തനാണ്, പിതാവ് സർവ്വവ്യാപിയാണ്. ഒന്നുകൂടെ പറഞ്ഞേ. പിതാവ് സർവജ്ഞാനാണ്, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. വചനം പറയുന്നു, പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 14 നമ്മളിങ്ങനെ വായിക്കുക. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയണം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? കണ്ടോ, ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് നീ ചെല്ലണം. ചെല്ലുമ്പോൾ ആരയച്ചെന്ന് പറയേണ്ടത്? ദൈവമാണ് എന്നെ അയച്ചതെന്ന് പറയണം. പക്ഷെ അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയണം? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 13-14 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ തന്നെ. എന്താ പറയേണ്ടത്? ഈ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറഞ്ഞാൽ മതി? ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാൻ ആകുന്നവൻ, ഞാൻ തന്നെ, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറയുക. വേറൊന്നും പറയണ്ട. എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം എന്നേക്കുമായിരിക്കുന്നവൻ, നിത്യം നിലനിൽക്കുന്നവൻ. എന്തുകൊണ്ടോ ഹെബ്രായർക്ക് ലേഖനം 13:8 നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. 3 പ്രാവശ്യം വലത്തുകരം ഉയർത്തി ആ വചനം എന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. ശരിക്കും മാറ്റമുണ്ടോ? ദൈവത്തിന് മാറ്റമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് ദൈവം പേര് വെളിപ്പെടുത്തിയപ്പോൾ പറയുന്ന ഇതാണ്, ഞാൻ തന്നെ. എന്താണ്? അങ്ങനെയാണ് ദൈവം വെളിപ്പെടുന്നത്. അതായത് യാഗ്വേ എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ. ഞാനാകുന്നവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹീബ്രു പദമാണ്. ആ ഹീബ്രു പദം ആയിരിക്കുക എന്ന അർത്ഥമുള്ള ഹെയ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് യാഗ്വേ എന്ന പേരുണ്ടായത്. ഹല്ലേലൂയ. യാഗ്വേ എന്ന പേരുണ്ടായത് എങ്ങനെയാണ്? ഇതിന് 6-7 അർത്ഥങ്ങളുണ്ട്. ഞാൻ ആയിരിക്കുന്നവൻ, ഞാൻ തന്നെ. യാഗ്വേ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകുന്ന ചില അർത്ഥങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കി കടന്നു പോകുമ്പോൾ ദൈവം ആരാണെന്നുള്ള ഒരു കണ്ടെത്തൽ നമ്മളിൽ സംഭവിക്കുകയാണ്. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ, യാഗ്വേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം തന്നിൽ തന്നെ അസ്തിത്വം ഉണ്ടായിരിക്കുകയും എല്ലാറ്റിൻ്റെയും അസ്തിത്വം നൽകുകയും ചെയ്യുന്നവൻ എന്നാണ്. മനസ്സിലായോ? തന്നിൽ തന്നെ അസ്തിത്വം ഉണ്ടായിരിക്കുകയും മറ്റെല്ലാറ്റിനും അസ്തിത്വം നൽകുകയും ചെയ്യുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ ഒരർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ടോ ദൈവത്തിന് ദൈവത്തിൽ തന്നെ ഒരു അസ്തിത്വം ഉണ്ട്. ഇതിൽ നിന്നാണ് മറ്റെല്ലാം അസ്തിത്വം എടുക്കുന്നത്, രൂപപ്പെടുക്കുന്നത്, എല്ലാത്തിനും രൂപം കൊടുക്കുന്നത്, എല്ലാത്തിനും സൃഷ്ടിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് തിരുവചനം പറയുകയാണ്, ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. പറഞ്ഞേ, ഈജിപ്തുകാർ ചുമത്തിയ ഭാരം. ആ വാക്ക് പറഞ്ഞേ, ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച്. ആരെ കഠിനമായി ശിക്ഷിക്കുന്നത്? ഈജിപ്തുകാരെ. ദൈവം കരങ്ങൾ ഉയർത്തി ഈജിപ്തുകാരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഹല്ലേലൂയ. കണ്ടോ, തന്നിൽ തന്നെ അസ്തിത്വമുള്ള എല്ലാത്തിനും അസ്തിത്വം നൽകുന്ന ദൈവം പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിച്ചവരെ, നിങ്ങളുടെ മേൽ ഭാരം ചുമത്തുന്നവരെ, നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ദൈവം തന്നെ കൈ ഉയർത്തി അവരെ ശിക്ഷിക്കും. എന്നിട്ടോ നിങ്ങളെ എന്തു ചെയ്യും? അവരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും. ഉറക്കെ പറഞ്ഞ സന്തോഷത്തോടെ, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ആരാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയും.
അല്ലേ? നിങ്ങളെ ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഞാനെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് നമ്മൾ അപ്പാ എന്ന് വിളിക്കുന്നത്, ആബാ എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു കണ്ടെത്തൽ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലൂടെ ഈശോയുടെ ഹൃദയം അറിഞ്ഞപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ ഈശോ ഇങ്ങനെ മറനീക്കി കാണിക്കുന്ന പിതാവിൻ്റെ ഹൃദയം കാണുകയാണ്. അപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം എന്താണെന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം ഞാൻ തന്നെ, അല്ലെ ആയിരിക്കുന്നവൻ, യാഗ്വേ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നിൽ തന്നെ അസ്തിത്വമുള്ളവനും മറ്റെല്ലാത്തിനും അസ്തിത്വം നൽകുന്നവനുമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ദൈവം നമ്മുടെ വിമോചകനാണെന്നുള്ളതാണ്. യാഗ്വേ എന്ന് പറഞ്ഞാൽ വിമോചകൻ. ഹല്ലേലൂയ, വിമോചകൻ. അതല്ല നമ്മളിപ്പോൾ കണ്ടത്, ഈജിപ്തിൻ്റെ അടിമത്തിൽ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഹല്ലേലൂയ. അവർ നിങ്ങളുടെ മേൽ ചുമത്തിയ ഭാരം ഞാൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഞാൻ അവരെ ശിക്ഷിക്കും. നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് നിങ്ങളെ എൻ്റെ സ്വന്തം ജനമാക്കും. നിങ്ങളുടെ ദൈവം ഞാൻ തന്നെയായിരിക്കും. ഇതൊക്കെയാണ് വിമോചകനായ ദൈവം തൻ്റെ ജനത്തെ വിമോചിപ്പിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന സത്യങ്ങൾ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ അർത്ഥം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ അർത്ഥം തൻ്റെ ജനത്തെ എപ്പോഴും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് മൂന്നാമത്തെ അർത്ഥം. യാഗ്വേ, ആയിരിക്കുന്നവൻ, ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. മൂന്നാമത്തേത്, തൻ്റെ ജനത്തെ എപ്പോഴും സംരക്ഷിക്കുന്നവൻ, തൻ്റെ ജനത്തെ എപ്പോഴും പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യം സിസ്റ്റർ പറഞ്ഞ് മനസ്സിലായോ എന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ, അല്ലേ? മനസ്സിലായി എന്നാണോ പറഞ്ഞത്? മനസ്സിലായി. അപ്പോൾ 3 കാര്യം എന്ന് പറഞ്ഞ്, ഒന്നാമത്തേത് എന്തായിരുന്നു? തന്നിൽ തന്നെ അസ്തിത്വമുള്ളവനും മറ്റെല്ലാത്തിനും അസ്തിത്വം നൽകുന്നവനുമാണ് നമ്മുടെ ദൈവൻ. രണ്ടാമത്തെ എന്താണ്? വിമോചകനാണ്. അപ്പോൾ ആ വചനം ഓർക്കണം. ഈ ഈജിപ്തിൻ്റെ അടിമത്തിൽ നമ്മളെ മോചിപ്പിച്ച ഒരു ദൈവമാണ്. ആ ദൈവമാണ് നിൻ്റെ ദൈവം എന്നുള്ള പ്രഖ്യാപനം. ആ ദൈവം നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ആ ദൈവത്തിൻ്റെ സ്വന്തമാണ് നീ എന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മളാ കേട്ടത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഈ ദൈവമാണ് തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 21-22 നമുക്കത് കാണാൻ പറ്റും. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ആ വചനം ഒന്ന് പറഞ്ഞേ, വലത്തേർ ഉയർത്തി പറയണേ. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാൻ കഴിയും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വചനം പറയാണ്, പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. ആ വചനോടെ പറഞ്ഞേ, പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല എന്ന് പറഞ്ഞാൽ, ദൈവം സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ആ സംരക്ഷണത്തിൽ നിന്ന് ദൈവം ഒരിക്കലും മാറി നിൽക്കുന്നില്ല. രാത്രിയും പകലും എപ്പോഴും എല്ലാ സമയത്തും ഈ ദൈവം തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുവാണ്. ദൈവം കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ. അതല്ലേ പറഞ്ഞത്? ഒന്നും കൂടെ നമുക്ക് വചനം പറയാം. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാൻ കഴിയും വിധം പകൽ വഴി കാട്ടാൻ മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു ധൈര്യം തോന്നുന്നുണ്ടോ? ഇതുപോലെ നമ്മളെ
കൂടെ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ, മക്കളാണ് നമ്മൾ. അഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ആമേൻ. ഇനി 3 കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത്. 4-മത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 4-മത്തെ, നിത്യം നിലനിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളൊരർത്ഥം. നിത്യവും നിലനിൽക്കുന്ന, ഇന്ന് കാണുകയും നാളെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മനുഷ്യരെ പോലെയല്ല ദൈവം. ആണോ? അല്ല. പിന്നെയോ, ഇന്ന് കാണുന്ന നാളെ കാണാൻ പറ്റാത്ത പുല്ലും പൂവും മരവും പോലെയല്ല നമ്മുടെ ദൈവം. പിന്നെ ആരാണ്? നിത്യവും നിലനിൽക്കുകയാണ് നമ്മുടെ ദൈവം. എന്നും നിലനിൽക്കുകയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം അങ്ങയുടെ കരവേലയാണ്, അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അതായത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നശിച്ചു പോകും. മനുഷ്യൻ പോകുന്നു, മൃഗങ്ങൾ പോകുന്നു, സസ്യലതാദികൾ പോകുന്നു, പ്രപഞ്ചത്തിന് മാറ്റം വരുന്നു, ആകാശവിധാനങ്ങൾക്ക് മാറ്റം വരുന്നു, കടലും കായലും എല്ലാം മാറ്റം വരുന്നു. വചനം പറയുകയാണ്, പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം അങ്ങയുടെ കരവേലയാണ്, പക്ഷെ അവയെല്ലാം നശിച്ചു പോകും, എന്നാൽ അങ്ങ് എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. അതാണ് നിത്യം നിലനിൽക്കുന്നവനാണ്. യാഗ്വേ എന്ന് പറഞ്ഞാൽ, ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നേക്കും നിലനിൽക്കുന്നവൻ. എല്ലാം മാറും, പക്ഷെ ആർക്കും മാറ്റമില്ല, ദൈവത്തിന് മാത്രം മാറ്റമില്ല. ഉണ്ടോ? അവയെല്ലാം വസ്ത്രം പോലെ പഴുകിപ്പോകും, ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും, അവ കടന്നു പോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്കും മാറ്റമില്ല, അങ്ങയുടെ വത്സരങ്ങൾക്ക് അവസാനമില്ല. ഹല്ലേലൂയ. ഉണ്ടോ? ഈ വചനം എല്ലാം നമുക്ക് വളരെ സങ്കീർത്തനങ്ങൾ 102, 25, 27 സിസ്റ്റർ ഇപ്പോൾ വായിച്ച വചനം. സങ്കീർത്തനം 102, 25, 27. നമ്മുടെ ഈ വചനത്തിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യം വരികയാണ്, ദൈവം മാത്രമേ മാറ്റമില്ലാത്തവനുള്ളൂ. നിത്യം നിലനിൽക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം, അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ്, നമ്മളെ സ്വന്തം ജനതയാക്കി മാറ്റിയിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടി, അപ്പം സൃഷ്ടികളുടെ പുറകെ നമ്മൾ പോകരുത്, സൃഷ്ടാവിൻ്റെ കൂടെയേ നമ്മൾ നിൽക്കാവുള്ളൂ. സൃഷ്ടാവിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, സൃഷ്ടികളെയല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്നാൽ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പൂ കണ്ടാൽ, ഒരു പുല്ല് കണ്ടാൽ, ഒരു മല കണ്ടാൽ, മലയോരങ്ങൾ കണ്ടാൽ, കടൽ കണ്ടാൽ, വെള്ളം കണ്ടാൽ, കായൽ കണ്ടാൽ, എവിടെയും ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനെ ഓർക്കാം, ആരാധിക്കാം. അല്ലേ? ആണോ? പറ്റിയല്ലേ? പറ്റും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1:17 പറയാണ്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. എവിടെ നിന്ന് വരുന്നു? പിതാവിൽ നിന്ന് വരുന്നു. പിതാവിൽ നിന്ന് വരുന്നു. വീണ്ടും ജോബിൻ്റെ പുസ്തകം 23:13, ജോബിൻ്റെ പുസ്തകം 23:13 നമ്മളിങ്ങനെ വായിക്കുകയാണ്, അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. നെഞ്ചെ കൈവച്ച് പറഞ്ഞ്, ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ സിസ്റ്റർ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 5-മത്തെ കാര്യം പറയാൻ പോവാണ്. എന്താണ്? യാഗ്വേ എന്ന് പറഞ്ഞാൽ, ഞാൻ ആകുന്നവൻ എന്ന് പറഞ്ഞാൽ, 5-മതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒന്നെന്തായിരുന്നു? ദൈവം അസ്തിത്വം ഉള്ളവൻ, തന്നിൽ തന്നെ അസ്തിത്വമുള്ളവൻ, എല്ലാറ്റിനും അസ്തിത്വം നൽകുന്നവൻ. 2 എന്തായിരുന്നു? വിമോചകൻ. വിമോചകൻ, നിന്നെ പീഡിപ്പിക്കുന്ന ഏതൊന്നിൻ്റെ മേലും കരങ്ങളുയർത്തി അവനെ ശിക്ഷിക്കുകയും നിന്നെ രക്ഷിക്കുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ദൈവം. 3 എന്തായിരുന്നു? നിത്യം പരിപാലിക്കുന്നവനും സംരക്ഷിക്കുന്നവനും. 4 എന്തായിരുന്നു? 4 നിത്യതയുള്ളവൻ, എപ്പോഴും നിത്യമായിട്ട് നിലനിൽക്കുന്നവൻ. അല്ലേ?
ദൈവം സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചതെല്ലാം പോവും, പക്ഷെ സൃഷ്ടാവായ ദൈവം നിത്യവും നിലനിൽക്കുന്നവനാണ് എന്നുള്ളതാണ് 4 കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞത്. 5-ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഈ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പറഞ്ഞേ, എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വിശ്വസിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വിശ്വസിക്കാം. ഭയപ്പെടാതെ വിശ്വസിക്കാം. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല, കണ്ടില്ലെന്ന് വെക്കുകയില്ല, കേട്ടില്ലെന്ന് വെക്കില്ല. നിന്നെ കാണുന്നുണ്ട്, നിന്നെ കേൾക്കുന്നുണ്ട്, നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വലത്തരവിധത്തിൽ പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ഉണ്ട്. 2 പത്രോസ് 1:4 നമ്മളിങ്ങനെ വായിക്കുകയാണ്. തൻ്റെ മഹത്വവും ഔന്നിത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പം അതിനൊന്ന് പറയാമോ? തൻ്റെ വാതുറന്ന് ഉറക്കെ പറഞ്ഞ്, തൻ്റെ മഹത്വവും ഔന്നിത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണെന്നാ പറയുന്നത്? ആ വാക്ക് പറയണം. എങ്ങനെയുള്ള വാഗ്ദാനങ്ങളാ? അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1:20 നമ്മളിങ്ങനെ വായിക്കുവാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ അതെ എന്ന് തന്നെയാണ്. ആ വചനം പറയാവോ? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ അതെ എന്ന് തന്നെയാണ്. ആമേൻ. എന്നിട്ട് വചനം പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഉണ്ടോ? ഈ അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഈ സകല വാഗ്ദാനങ്ങളും, ബൈബിളിൽ എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ടോ ഈ സകല വാഗ്ദാനങ്ങളും ആരിലാണ് അത് അതേയാകുന്നത്, അത് പൂർത്തിയാകുന്നത്? ആരിലൂടെയാണ് ആ വാഗ്ദാനം ദൈവം നിറവേറ്റുന്നത്? യേശു ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം പറയാം. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ, ഒന്നും കൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്വയം നന്ദി, സ്വയം നന്ദി. സിസ്റ്റർ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 6-ാമത്തെ എന്താണെന്നറിയാമോ? 6-ാമത്തേത് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ്. ദൈവം ഞാനാകുന്നവൻ, ആയിരിക്കുന്നവൻ, യാഗ്വേ എന്ന് പറഞ്ഞാൽ എൻ്റെ 6-ാമത്തേതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ് ദൈവം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദൈവം തിരഞ്ഞെടുത്ത മോശ, ദൈവത്തിന് വേണ്ടി ഒരാൾ വേണമായിരുന്നു. ഈ വിമോചകന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം മോശ എന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തു, അല്ലേ? ഈജിപ്തിൻ്റെ അടുത്തേക്ക് വിടാൻ, ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് വിടാൻ, ഈജിപ്തിനെ ആ അടിമത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ആരെ തിരഞ്ഞെടുത്തത്? മോശയെ തിരഞ്ഞെടുത്തത്. മോശയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മോശയ്ക്കൊരു ദൈവാനുഭവം കൊടുത്തു, അല്ലേ? ആരാണ് എന്നെ വിളിക്കുന്നത്, ആരാണ് എന്നെ അയക്കുന്നത് എന്നൊക്കെ മോശയ്ക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ ഒരു അനുഭവം മോശയ്ക്ക് കൊടുത്തപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങളിലുണ്ട് ഇങ്ങനെ, അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ മോശ എവിടെയായിരുന്നു? ആടുകളെ മേയിച്ച് മലമുകളിലായിരുന്നു. കൊണ്ടാണ് അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിലാണ്. ആ മുൾപടർപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അത് ജ്വലിച്ചുയരുന്ന ഒരഗ്നിയായിരുന്നു. ഹല്ലേലൂയ. സാധാരണ തീ കത്തിയാൽ അതെന്ത് ചെയ്യും? അത് കത്തിച്ചാമ്പലാവും. പക്ഷേ മോശ എത്ര നേരം ഈ അഗ്നികുണ്ഡത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ടും ഈ മുൾപടർപ്പ് കത്തി
ചാമ്പലാകുന്നില്ല. അതെന്തിൻ്റെ പ്രതീകമാണ്? ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ അഗ്നിജ്വാല. ഹല്ലേലൂയ. അതൊരിക്കലും ചാരമാകില്ല, ചാമ്പലാകില്ല. ഹല്ലേലൂയ. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തോടെ ഈ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ദൈവം തന്നെ ഇറങ്ങി വരുന്നു എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. സാധാരണ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണുമ്പോൾ നമ്മളത് ഉറ്റുനോക്കി. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു. എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് നിന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് തന്നെ ദൈവം ഒരു അനുഭവം കൊടുക്കുക. ഇസ്രായേൽ ദേശത്തേക്ക്, ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് നിന്നെ അയക്കുന്ന ദൈവം ആരാണ്? സ്നേഹമാണ്. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ്, കരുണയാണ് ദൈവമെന്ന് മോശയ്ക്കൊരു അനുഭവം കൊടുത്തിട്ട് മോശനെ അയക്കുക. ഉണ്ടോ? നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 58:5-6 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? ഈ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും എന്നും നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആണോ? ഈ അപ്പക്കൊട്ട ശൂന്യമാകാതിരിക്കാൻ, മാവ് കുഴയ്ക്കുന്ന ഈ കലം ശൂന്യമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ രാവും പകലും ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം പറയുകയാണ്, ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാണ്. ആ അപ്പക്കുട്ട, അവൻ്റെ അപ്പക്കുട്ട, അവൻ്റെ മാവ് കുഴയ്ക്കുന്ന കലം, അത് എന്നും അനുഗ്രഹീതമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 34:5 നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉണ്ടോ? മോശയുടെ അടുത്ത് കർത്താവ് ഇറങ്ങി വന്ന് നിന്നിട്ട് അവിടെ കർത്താവ് പറയുകയാണ്, ഞാനാണ് കർത്താവ്. കർത്താവ് എന്ന നാമം എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവ് എന്ന നാമം. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വചനം പറയുന്നു. എവിടെയാണെന്നറിയാമോ? വചനം പറയുന്നതാണ്, കാരുണ്യവാൻ, കൃപാനിധി, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അതിദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഹല്ലേലൂയ. എന്തൊക്കെയാ പ്രത്യേകത? കാരുണ്യവാൻ, കൃപാനിധി, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അതിദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. വലത്തേറെ വരുത്തി പറഞ്ഞേ, ആയിരങ്ങളോട്, പതിനായിരങ്ങളോട്, ലക്ഷങ്ങളോട്, എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ആമേൻ. 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 ഈ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആരോട് ചേർന്ന് നിന്ന്? യേശുവിനോട് ചേർന്ന് നിന്ന് ഈ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഒരിക്കലൊരു അപ്പച്ചന് 3 മക്കളാണുള്ളത്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അപകടത്തിൽപ്പെട്ട് പെൺകുട്ടി മരിച്ചു. അത് കഴിഞ്ഞ് 2 ആൺകുട്ടികളുണ്ട്. ഈ ആൺകുട്ടികളെയും കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഈ അപ്പച്ചൻ പറഞ്ഞു, ഇവന് മിടുക്കനാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ എൻ്റെ കൂടെ നിൽക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും, കുഴപ്പമില്ല. 2ാമത്തെ കൊച്ചിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു, ഇവൻ മഹാപോക്രിയാണ്, ഇവനൊന്നും അനുസരിക്കുകയില്ല, ഇവനെ എങ്ങനെ നന്നാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറയുന്നൊന്നും അനുസരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 2 മക്കളെയും കുറിച്ചും അപ്പൻ സംസാരിക്കുമ്പോൾ അപ്പൻ്റെ ഉള്ളിൽ ആ ഒരേ സമയത്ത് തന്നെ അപ്പൻ്റെ ഉള്ളിൽ എന്തുണ്ട്?
ഇരിക്കുന്ന അപ്പന്മാരൊക്കെ എന്ന് പറഞ്ഞ് സ്നേഹമുണ്ട്. അപ്പന്മാരെന്ന് കൈപൊക്കിക്ക്. എന്താ ഉള്ളത്? സ്നേഹം. എന്തുണ്ട്? ഒരേ സമയത്ത് തന്നെ ആ അപ്പൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അപ്പൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ദുഃഖവുമുണ്ട്, സന്തോഷവുമുണ്ട്, അല്ലേ? ആണോ? ദുഃഖം ആരെക്കുറിച്ചാ? ദുഃഖിക്കുന്ന ആരെക്കുറിച്ചാ? ഈ പോക്രിയെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്. അനുസരിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആ പോക്രിക്കുട്ടനെ കുറിച്ചാണ് ആ അപ്പൻ ദുഃഖിക്കുന്നത്. സന്തോഷിക്കുന്നതോ ആ അപ്പനോട് ചേർന്ന് സന്തോഷമായിട്ട് നിൽക്കുന്ന ആ മകനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തിൽ ഈശോയുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈശോയ്ക്ക് പിതാവിനെ നമുക്ക് മനസ്സിലാക്കി തരണമെന്നുള്ളതാണ്. അല്ലേ? ആണോ? അതെ. ഈശോയുടെ വാക്കുകൾ മുഴുവൻ ശ്രദ്ധിച്ച്, ഈശോയുടെ പ്രവൃത്തികൾ മുഴുവൻ ശ്രദ്ധിച്ച് ബൈബിൾ എടുത്ത് വെച്ചിരുന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെയെങ്കിലും പിതാവിനെ ഒന്ന് അറിയിച്ചു തരണം. അതാണ് ഈശോ അപ്പാ എന്ന് വിളിക്കുന്നത് പോലെ അങ്ങനെ ഒരു വിളി നമ്മുടെയൊക്കെ നെഞ്ചിൽ നിന്ന്, നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് അങ്ങ് വരണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പം ശരിക്കും ഈ പിതാവിനെ നമ്മൾ വളരെ ആഴത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെ അറിഞ്ഞപ്പോഴാണ് പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈശോയുടെ ഹൃദയം ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ ഹൃദയത്തെ അറിയാനാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ ഹൃദയത്തെ നമ്മൾ അറിയുമ്പോൾ ഒരേ സമയത്ത് ഈ പിതാവിൻ്റെ ഹൃദയം എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? വേദനയുമുണ്ട്, സന്തോഷമുണ്ട്. നെഞ്ചലൊന്ന് കൈവച്ച്, ഇത് എന്നെ ഓർത്ത് പിതാവ് സന്തോഷിക്കുവാണോ, എന്നെ ഓർത്ത് പിതാവ് ദുഃഖിക്കുവാണോ? ആർക്കുത്തരം പറയാൻ പറ്റും, അല്ലേ? പരസ്യമായിട്ട് പറയണ്ട, നമ്മൾ തന്നെ ഓർത്താൽ മതി. അതായത് പ്രിയപ്പെട്ടവരെ, ഈ 2 മക്കളുടെ കഥ പറയുന്നുണ്ടല്ലോ ബൈബിളിൽ, ഇല്ലേ? ഈ സുബോധം കിട്ടിയവനും സുബോധം ഉണ്ടെന്ന് വിചാരിച്ചവനും, അങ്ങനെ 2 അകത്തുള്ളവനും പുറത്തുള്ളവനും, അല്ലേ? അകത്തുള്ളവന് എന്നാ വിചാരിച്ചത്? എനിക്ക് സാമാന്യം ബോധമൊക്കെ ഉണ്ട് എന്നായിരുന്നു അവൻ്റെ ചിന്ത. അപ്പനും അങ്ങനെയൊക്കെ ഓർത്തിരുന്നു. പുറത്തുള്ളവന് സുബോധം ഇല്ലെന്നും വിചാരിച്ചിരുന്നു. പക്ഷേ സുബോധം ഇല്ലാതിരുന്നവൻ എന്ത് കിട്ടി? സുബോധം കിട്ടി. സുബോധം കിട്ടിയിട്ട് അവൻ സുബോധത്തോടെ നടക്കുന്നൊരു നടപ്പുണ്ട്. അതെങ്ങോട്ടുള്ള നടപ്പായിരുന്നു? സുബോധത്തോടെയുള്ള അവൻ്റെ നടപ്പ് അപ്പൻ്റെ അടുത്തേക്കുള്ള നടപ്പായിരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളിന്ന് സുബോധത്തോടെയാണെങ്കിൽ നമ്മൾ നടക്കുന്നത് എങ്ങോട്ടാ? അപ്പൻ്റെ അടുത്തോട്ടാ. സുബോധമില്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് എങ്ങോട്ടാ? ഏതെങ്കിലും പന്നിക്കൂട്ടിലേക്കാണ്, ഏതെങ്കിലും ദേശത്തിൻ്റെ പൗരൻ്റെ അടുത്തേക്കാണ്. ഇന്ന് നമ്മുടെയൊക്കെ മക്കളെ ഏതെങ്കിലും ദേശത്ത് ഏതെങ്കിലും പൗരന്മാരുടെ പന്നിക്കൂടുകളിലൊക്കെയാണ്, അല്ലേ? അപ്പോൾ സുബോധത്തോടെയാണെങ്കിൽ ഞാൻ നടക്കുന്നത് എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട്, സുബോധം കിട്ടുന്നത് വരെ ഞാൻ നടക്കുന്നത് ഏതെങ്കിലും പൗരൻ്റെ പന്നിക്കൂട്ടിലേക്ക്. ശരിയല്ലേ? ആണോ? ഈ സുബോധം വീണ്ടെടുത്തിട്ട് ഈ മകൻ നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്നതാ ഉള്ളത്? ഒരു പ്രതീക്ഷയില്ല. ഇനി അപ്പൻ അവനെ മകനായിട്ട് സ്വീകരിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, മകനായിട്ട് വേണ്ടെന്നേ, പിന്നെ എന്ത് ചെയ്താൽ മതി? അപ്പൻ്റെ ദാസനായിട്ട് നിന്നാലും മതി. എന്നാലും ഞാൻ ധന്യനാണ്, എന്നാലും ഞാൻ ഭാഗ്യപ്പെട്ടവനാണ്. ഇനി അപ്പൻ എന്നെ മകനായിട്ട് വേണ്ടെങ്കിൽ വേണ്ട, എങ്ങനെ കണ്ടാൽ മതി? അപ്പൻ്റെ പണിക്കാരൻ, അപ്പൻ്റെ ദാസൻ, അപ്പൻ്റെ വീട്ടിലെ ദാസ്യവേല ചെയ്യുന്ന ആ പണിക്കാരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ സ്വീകരിച്ചേക്കാം. അത്രയും പ്രതീക്ഷയെ ആ മകൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മളെന്താ കാണുന്നത്? സുബോധം വീണ്ടെടുത്ത് അപ്പനിലേക്ക് വരുന്ന മകനെ ദൂരെ വെച്ച് തന്നെ കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആശ്ലേഷിക്കുന്ന അപ്പനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇങ്ങനെ ഒരു അപ്പനെ ഈശോ കാണിച്ചു തന്നപ്പോൾ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈശോ വെളിപ്പെടുത്തുന്നത് തൻ്റെ പിതാവിനെയാണ്, സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവിനെ, ഈ യാഗ്വേ, ഈ കർത്താവിനെ, ഈ ദൈവത്തെ. ഈ ദൈവം എങ്ങനെയാണ്? മക്കൾക്ക് ഭയം വേണ്ട, ആശങ്കകൾ വേണ്ട, ആകുലതകൾ വേണ്ട,
ദൂരെ വെച്ച് തന്നെ കൈനീട്ടി നിൽക്കുന്ന, വാരിയെടുക്കാൻ, കോരിയെടുക്കാൻ, ആശ്ലേഷിക്കാൻ, ചേർത്ത് പിടിക്കാൻ നിൽക്കുന്ന ആ അപ്പനെയാണ് കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വളരെ വിശ്വസ്തനായ മൂത്തപുത്രനിലേക്ക് വന്നേ. വളരെ വിശ്വസ്തൻ എന്ന് കരുതിയിരുന്ന മൂത്തപുത്രൻ എന്തുണ്ട് മൂത്തപുത്രൻ്റെ ഉള്ളിൽ? ഇതാ വചനം പറയുന്നു, വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. തീർന്നു അല്ലേ? ഒന്നോർത്തെ, വേലക്കാരനാണ് പറയുന്നത്. വേലക്കാരൻ ആരോട് പറയുവാണ്? ഈ മൂത്ത പുത്രനോട്. സുബോധമുണ്ടെന്ന് കരുതിയവനോട് പറയുകയാണ്. വേലക്കാരനും വിചാരിച്ചവന് സുബോധം ഉണ്ടെന്നാ, അപ്പനും വിചാരിച്ചവന് സുബോധം ഉണ്ടെന്നാ, അവനും വിചാരിച്ചവന് സുബോധം ഉണ്ടെന്നാ പറയുകയാണ്. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? സുബോധം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറയണം. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച് പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. കണ്ടോ, ഒരേ സമയത്ത് അപ്പൻ്റെ ഹൃദയം എങ്ങനെയാ? ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, അപ്പൻ ആനന്ദിക്കുന്നു. പക്ഷേ ഈ വാർത്ത മൂത്തവന് ഒരു സന്തോഷമായിരുന്നില്ല. അതുകൊണ്ട് അവൻ പിണങ്ങി, അവൻ്റെ സുബോധമില്ലായ്മ കാണിച്ചു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അകത്തുള്ളവൻ ഒരിക്കലും പുത്രനായി തീർന്നിട്ടില്ലായിരുന്നു. അവൻ ആരായിരുന്നു? അവൻ ദാസ്യവേല ചെയ്യുമായിരുന്നു. അതാ വ്യത്യാസം. നമ്മൾ അകത്താണ്, പക്ഷേ മകനായിട്ടില്ലെന്ന്, മകളായിട്ടില്ലെന്ന്, ദാസിയാണെന്ന്, ദാസനാണെന്ന് നമ്മൾ തന്നെ പറയുക. ഈ മകൻ്റെ ഉള്ളിൽ ഒരിക്കലും, മകളുടെ ഉള്ളിൽ ഒരിക്കലും കോപം ഉണ്ടായിരിക്കുകയില്ല, അസൂയ ഉണ്ടായിരിക്കുകയില്ല. ദാസൻ്റെ ഉള്ളിൽ എപ്പോഴും അസൂയ ഉണ്ടായിരിക്കും, കോപം ഉണ്ടായിരിക്കും, അമർഷം ഉണ്ടായിരിക്കും. ഉണ്ടോ? ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. ഒരിക്കലും എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടിയേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം അല്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിതാവ് പറഞ്ഞു, എന്താ പിതാവ് പറഞ്ഞത്? മകനെ. അപ്പം അപ്പൻ എപ്പോഴും മകൻ തന്നെയാണ് അല്ലേ? മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ എന്ന് പറഞ്ഞേ. ആ വചനം എന്ന് പറഞ്ഞേ, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈ മൂത്ത പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നും ചിലപ്പോഴെങ്കിലുമൊക്കെ. മകനാകാതെ, മകളാകാതെ ദാസനായി തന്നെ എപ്പോഴും അപ്പനോട് പരാതിയും പരിഭവവും ഒരു ഇഷ്ടമില്ലായ്മയും കുറ്റപ്പെടുത്തലും വിമർശനവും, അപ്പൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും ഒരു സംതൃപ്തിയില്ലാതെ, അപ്പനുള്ളതെല്ലാം എനിക്കുള്ളതാണെന്ന് തിരിച്ചറിവില്ലാതെ, യഥാർത്ഥത്തിലുള്ള സുബോധമില്ലാതെ, അകത്താണോ എന്ന് ചോദിച്ചാൽ അകത്താണ്, പുറത്താണോ എന്ന് ചോദിച്ചാൽ പുറത്താണ്, മകനായിട്ടില്ല, ദാസനായി തന്നെ തുടരുന്ന ഒരു ജീവിത അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മളിൽ മേലെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആണോ എന്നറിയാൻ നമ്മുടെ സാഹോദര്യ ബന്ധത്തെ ഒന്ന് വിലയിരുത്തിയാൽ മതി. അവൻ്റെ ഏക സഹോദരൻ, ഇളയ ഓമനപുത്രൻ, അവന് നഷ്ടപ്പെട്ടപ്പോഴും ഇവൻ്റെ ഉള്ളിലൊരു സങ്കടമില്ല, അവൻ തിരിച്ചു വന്നപ്പോഴും ഇവൻ്റെ ഉള്ളിലൊരു സന്തോഷമില്ല. ഇനിയും അവൻ തിരിച്ചു പോയപ്പോൾ, അവൻ നഷ്ടപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ഇവൻ്റെ മനസ്സിൽ, ചേട്ടായിയുടെ മനസ്സിൽ ചിലപ്പോൾ ഇച്ചിരി സന്തോഷം ഉണ്ടായിരുന്നിരിക്കാം അല്ലേ?
ഉണ്ടായിരുന്നിരിക്കാം. കാരണം എന്താണ്? ഇനി ഉള്ള സ്വത്ത് മുഴുവൻ ആരുടേതാണ്? എൻ്റേതാണ്. സ്വത്താണല്ലോ നമുക്ക് വിഷയം. ഈ അപ്പൻ്റെ ഒപ്പം നഷ്ടപ്പെട്ടവനെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പൻ്റെ കൂടെ നിന്ന് സന്തോഷിക്കേണ്ടവൻ, ആഹ്ലാദിക്കേണ്ടവൻ, അതിനെ ഏഴിരട്ടിയായിട്ട് ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കേണ്ടവൻ ഇതാ പിണങ്ങിപ്പിരിയുന്നു, കോപിച്ചകലുന്നു, ഒരു ദാസൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, എല്ലാവരോടും കലഹിക്കുന്നു, ഒന്നിനും സഹകരിക്കുന്നില്ല, എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു, ഒന്നും അവനൊരു സന്തോഷം നൽകുന്നില്ല. ഈ ഒരു അവസ്ഥ ഭയാനകമല്ലേ? ആണോ? ആണോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിലൂടെ അപ്പൻ്റെ ഹൃദയത്തെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അപ്പൻ എല്ലായ്പ്പോഴും ഒരേ സമയത്ത് എപ്പോഴും വേദനിക്കുന്നവനാണ്, സങ്കടപ്പെടുന്നവനാണ്, മുറിവേറ്റവനാണ്, വിഷമിക്കുന്നവനാണ്, ഹൃദയം പിളർന്നിരിക്കുന്നവനാണ്. ഇപ്പം നോക്കിയേ, അകത്തുള്ളവനും നഷ്ടപ്പെട്ട അവസ്ഥ, പുറത്തുള്ളവൻ നഷ്ടപ്പെട്ടെങ്കിലും അവൻ തിരിച്ചു വന്നു, സുബോധമുള്ളവനായി തിരിച്ചു വന്നു. വലത്തേറ് വരുത്തി പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം എവിടെ മുതൽ ആരംഭിച്ചതാ നോക്കി? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നോക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 3:8 വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു എന്ന് പറഞ്ഞ വചനം. വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. സാധാരണ ആ സ്വരം കേൾക്കുമ്പോൾ പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടി മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ അവർ ഒളിച്ചു. ഈ മൂത്തപുത്രനും ധൂർത്തപുത്രനും എവിടെ കണ്ടു? ഏദൻ തോട്ടത്തിൽ. സാധാരണ തോട്ടത്തിൽ തമ്പുരാൻ ദൈവമായ കർത്താവ് ഇറങ്ങി വരുന്ന കാലടികളെ കേൾക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഓടി ചെല്ലുമായിരുന്നു, അപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമായിരുന്നു. പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക നിമിഷത്തിൽ അപ്പൻ വരുന്നുവെന്ന് മനസ്സിലായ ഉടനെ തന്നെ ഇവരെന്താ ചെയ്തത്? ഒളിച്ചോടി. എപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്? ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ചോദിച്ചു, ഇത് എപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പൻ്റെ നേരെ വരാൻ പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ടായത് എപ്പോഴാണെന്ന് ചോദിച്ച്. എപ്പോഴാണ്? അങ്ങനെ അങ്ങോട്ട് കാടടച്ച് ഒറ്റപിടിയും വെക്കാതെ, അതായത് അന്ന് വരെ അവർ ശ്രവിച്ചിരുന്നത് ഒരൊറ്റ സ്വരമേ അവർ കേട്ടിട്ടുള്ളായിരുന്നു. ആരുടെ സ്വരമാണ് കേട്ടിരുന്നത്? അപ്പൻ്റെ സ്വരം അവർ കേട്ടിരുന്നത്. പക്ഷേ അപ്പൻ ഇല്ലാഞ്ഞ സമയം നോക്കി അവർ വേറൊരു സ്വരം ശ്രവിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ആരുടെ സ്വരമാണ്? പിശാചിൻ്റെ സ്വരം അല്ലേ? പിശാചിൻ്റെ സ്വരം കേട്ടു. പിശാച് പറഞ്ഞെന്താ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഒരു പറ്റരുത്, ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദൈവം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അവിടുന്ന് നല്ലവനല്ല എന്ന് കുറേ നോണ. ദൈവം നല്ലവനല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ദൈവം ശരിയല്ല എന്നൊക്കെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തകൾ പിശാച് ഇവർക്ക് പങ്കിട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു. എന്നിട്ട് അവർ ദൈവത്തിൽ നിന്ന് ഓടി ഈ പിശാച് പറഞ്ഞു കൊടുത്ത വികട ചിന്തകളുമായിട്ട് പിശാചിൻ്റെ കെണിയിൽ ഇവർ അകപ്പെട്ടു പോയി. വലത്തേറുമേർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പം അവരുടെ ഹൃദയത്തിലേക്ക് പിശാച് ഈ തെറ്റിദ്ധാരണകൾ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്തകൾ, വികട ചിന്തകൾ ഇട്ടുകൊടുത്തപ്പോൾ അവർക്ക് ദൈവത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു, ദൈവത്തിന് ഓടി അകലേണ്ടി വന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? അവിടെ തൊട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കിയേ, പിന്നീടുള്ള തലമുറകളിലേക്കെല്ലാമാണ് എന്തു വന്നത്? പാപം. ഈ ആദ്യ മാതാപിതാക്കളുടെ ആദവും ഹവ്വായും കഴിഞ്ഞ് ആബേലും കായേലും തുടങ്ങി പരസ്പരമുള്ള വെട്ടും കുത്തും കൊലയൊക്കെ ആരംഭിച്ചു. ഇങ്ങനെ തിന്മ അടിക്കടി വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ ഹൃദയം ഈ മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ പിശാച് ഈ ആദ്യ മാതാപിതാക്കളെ, മൂത്തപുത്രനും ഇളയപുത്രനും എന്ന് പറയുന്ന പോലെ ആദത്തെ ഹവ്വായും പറ്റിച്ച് അവൻ്റെ കെണിയിൽ വീഴിച്ച അന്നു മുതൽ ഇന്നോളം ഈ പിതാവിൻ്റെ ഹൃദയം എങ്ങനെയാണ്? തൻ്റെ മക്കൾക്ക് വേണ്ടി വേദനിക്കുന്നൊരു ഹൃദയമാണ്, സങ്കടപ്പെടുന്നൊരു ഹൃദയമാണ്. ഓരോ മകനും മകളും സുബോധമുള്ളവരായി തിരിച്ചു വരുവോളം പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും അല്ലേ? അവിടെ അതിനകത്ത് ക്യാമറ ആകാശവിധാനത്തിൽ ഇങ്ങനെ പിതാവിൻ്റെ കണ്ണുനീർത്തുള്ളികളെ കാണിക്കുന്നുണ്ട്. പിതാവ് എന്നാ കരഞ്ഞത്? ഈ പുത്രൻ ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും സമയത്താണോ ഈശോ കരയുന്നത്? അല്ല, പിതാവ് കരയുന്നത്. പിതാവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ വീഴാൻ തുടങ്ങിയത് എന്നാ? ഈ ഏദൻ തോട്ടത്തിൽ പിശാച് തൻ്റെ മക്കളെ പറ്റിച്ചുകൊണ്ട് പോയപ്പോൾ നിമിഷം മുതലേ ആ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. വലത്തേരുമരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. അതായത് നിത്യതയിൽ മരിക്കുന്ന ഏതൊരു മനുഷ്യനെ നോക്കി പിതാവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഇന്നും ലോകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ ആര് മരിച്ചു, ആര് ജനിച്ചു, ഇതറിയുന്നത് ആരാ? ദൈവം മാത്രം. മരിച്ചു എന്ന് നമ്മൾ പറയും, പക്ഷെ ഇത് മരിച്ചോ ജനിച്ചോ എന്നറിയുന്നത് ആരാ? ദൈവം മാത്രം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഓരോ ആത്മാവിൻ്റെയും നഷ്ടപ്പെടലുകൾ സംഭവിക്കുമ്പോഴെല്ലാം പിതാവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂത്തപുത്രൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു സുബോധമുള്ളവനായി മാറാൻ തീരുമാനമെടുക്കുമ്പോൾ, ഇളയ മകൻ ധൂർത്തപുത്രൻ്റെ സ്ഥാനത്ത് നിന്ന് സുബോധം വീണ്ടെടുത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വരാൻ നമ്മൾ മനസ്സാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവിടെ പൂർത്തിയാകുകയാണ്. ഗലാത്യക്കാർക്ക് ലേഖനം 5:1, വിശുദ്ധ പൗലോസ്ലീഹയുടെ ഗലാത്യക്കാർക്ക് ലേഖനം 5:1 നമ്മളിങ്ങനെ വായിക്കുക: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ എന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. ഒന്നും കൂടെ പറഞ്ഞ്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പറഞ്ഞ്, അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. എന്താണ്? പിശാചിന്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മൾ വിമോചിപ്പിക്കപ്പെട്ടവരാണ്. ഇനി നമ്മൾ അവന് ഇടം കൊടുക്കരുത്. ഇനി നമ്മൾ പിശാചിന് തലവെച്ച് കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ, അവൻ്റെ ചതിക്കുഴികളെ, അവൻ്റെ കെണികളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആരെങ്കിലും ദൈവമില്ലെന്ന് പറഞ്ഞാൽ ശരിയാ, ദൈവമില്ലെന്ന് പറയാൻ. ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്ന് പറഞ്ഞാൽ ശരിയാ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയാൻ. ദൈവത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അത് എനിക്കും തോന്നിയിട്ടുണ്ടാ എന്ന് പറയാൻ. അങ്ങനെ എല്ലാ ചതിക്കുഴികളിലും വീണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ സ്വതന്ത്രരാകണം നമ്മൾ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആഴത്തിൽ അറിഞ്ഞു തന്നെ അനുഭവിച്ച് സാത്താനിടുന്ന എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ സ്വതന്ത്രരാകണം. വചനം പറയാവോ? വചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11:27 നമ്മൾ വായിക്കുകയാണ്: സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പറഞ്ഞേ, സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പറഞ്ഞേ, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് പറയണേ. ആരാ? പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവന് മാത്രമേ ആരെ അറിയാൻ പറ്റുള്ളൂ? പിതാവിനെ അറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പിതാവിനെ അറിയണമെങ്കിൽ ആരെ അറിയണം? ഈശോയെ അറിയണം, പുത്രൻ തമ്പുരാനെ അറിയണം. ഈ പുത്രൻ തമ്പുരാനാണ്, ഈശോയാണ് നമുക്ക് ആരെ വെളിപ്പെടുത്തി തരേണ്ടത്? പിതാവിനെ വെളിപ്പെടുത്തി തരേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 14:20 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. തുടക്കത്തിൽ പറഞ്ഞ വചനമില്ലേ, അതൊന്നുകൂടെ പറയുവാണ്: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഇനി യോഹന്നാന്റെ സുവിശേഷം 16:15 കൂടെ നമുക്കൊന്ന് ഏറ്റു പറയാം. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. വലത്തുകരം ഉയർത്തി പറഞ്ഞേ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ട് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇല്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് എപ്പോൾ വരെ മാത്രമേ ഉള്ളൂ? എവിടെ വരെ മാത്രമേ ഉള്ളൂ? ഈ അപ്പനെ അറിയുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കടമുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഇല്ലായ്മയുണ്ട്, അതിൻ്റെ ഭാരവും അതിൻ്റെ വിഷമവും അതിൻ്റെ ബുദ്ധിമുട്ടും ഇതിങ്ങനെ പേറി നടക്കുക. എന്താ കാരണം? അപ്പനെ അറിയത്തില്ല. അപ്പൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പൻ സർവസമ്പന്നനാ. ഹല്ലേലൂയ. നീ ഒരു ദാരിദ്ര്യം അനുഭവിക്കാനുള്ള വ്യക്തിയല്ല. നീ ഒരു കടബാധ്യത അനുഭവിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ മേലൊരു ജപ്തിയും വരേണ്ടവനല്ല. കാരണം നിന്റെ അപ്പൻ സമ്പന്നനാ. നീ ഇന്ന് ദരിദ്രനാണെങ്കിൽ, നീ കടബാധ്യതയുള്ളവനാണെങ്കിൽ, നീ വിഷമിക്കുന്നവനാണെങ്കിൽ, നിനക്കില്ലായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒറ്റ കാരണമാണ്. നീ നിന്റെ അപ്പനെ അറിയാത്തത് കൊണ്ടാണ്. നീ എന്ന് നിന്റെ അപ്പനെ അറിയുന്നു അന്ന് നീ സമ്പന്നനാകും. കാരണം വചനം അങ്ങനെയാണ് പറയുന്നത്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ആമേൻ. വലത്തേർ ഉയർത്തി, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അപ്പം ദാരിദ്ര്യം മാറാൻ, കടം മാറാൻ, ശൂന്യത നികത്തപ്പെടാൻ, എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ സമർത്ഥമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈശോ പറഞ്ഞ വഴിയാ. ഈശോയിലൂടെയുള്ള വഴി, പിതാവിങ്കിലേക്കുള്ള വഴി. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:27 കൂടെ നമുക്ക് നോക്കാം. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. നെഞ്ച കൈവച്ച് പറഞ്ഞേ, പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഞാൻ ആരെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്? പിതാവിനെ കുറിച്ചാണ്. മനസ്സിലായോ? വചനം പറയുന്നു മനസ്സിലാക്കിയില്ലെന്നാ. ഈശോ പറഞ്ഞത് മുഴുവനും, ഈശോ പ്രവർത്തിച്ചത് മുഴുവനും പിതാവിനെ കുറിച്ചാണ്. പക്ഷെ വചനം പറയുന്നു അത് നമുക്ക് മനസ്സിലായില്ല എന്ന്, അല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആരും വരില്ല. അല്ല, തേർ ഉയർത്തി പറഞ്ഞേ, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എനിക്ക് സിസ്റ്റർ ഇപ്പോൾ പിതാവിനെ കുറിച്ചാണെങ്കിൽ നീ ഈശോയെ അങ്ങ് വിട്ടേക്കാം, ഈശോയെ അങ്ങ് വിട്ടേക്കാം, എന്നിട്ട് പിതാവിനെ പിടിക്കാം. പിതാവാണ് എല്ലാം തരുന്നെങ്കിൽ, പിതാവാണ് സമ്പന്നെങ്കിൽ പിതാവെ അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം അവസാനം കൊണ്ട് നിർത്തിച്ചത്. എന്താണ് എന്നിലൂടെ അല്ലാതെ, യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ, എന്നെ കടത്തി വിട്ടിട്ട് എന്നെ കൂടാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാമെന്ന് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളാരും മോഹിക്കണ്ട. ഈശോ പോലും അറിയണ്ട പിതാവിൻ്റെ ബാങ്കിൽ നിന്ന് ഒരു ഇച്ചിരി കിട്ടുവാണെങ്കിൽ, അല്ലേ? ഈശോ പോലും അറിയാതെ ഇച്ചിരി കിട്ടുവാണെങ്കിൽ, ചേട്ടായി അറിയാതെ അനിയൻ മേടിക്കുന്നത് പോലെ, അല്ലെ അനിയൻ അറിയാതെ ചേട്ടായി മേടിക്കുന്നത് പോലെ. ഇതാ യോഹന്നാന്റെ സുവിശേഷം 8:36 നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷം 8:35, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. പറഞ്ഞേ, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. ആമേൻ. സ്വരമുയർത്തി ആമേൻ, ആമേൻ, ആമേൻ. ഇനി കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മളിനി ആരാധന ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു നെഞ്ചടിപ്പുണ്ട്. ഓരോ നെഞ്ചിടിപ്പിലും
ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഓരോ നെഞ്ചിടിപ്പിനും ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. അതൊന്ന് കേൾക്കണം. ആ സ്വരം ഒന്ന് തിരിച്ചറിയണം. ശാന്തമാകുക. വളരെ ആത്മാർത്ഥതയോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഇപ്പോൾ ഈ നെഞ്ചിടിപ്പ് നിന്നാൽ തീർന്നു കാര്യം. എന്നാൽ എൻ്റെ നെഞ്ചിടിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ നെഞ്ചിടിപ്പിലും നീ ഓർക്കേണ്ട ചില കാര്യങ്ങൾ, നിന്നെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മകനേന്ന് വിളിക്കുന്ന, മകളേന്ന് വിളിക്കുന്ന ഒരു സ്വരമുണ്ടതിൽ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് മകനേ എന്ന് പറയുന്നത്. കണ്ണുകളടച്ച് ശാന്തമായിക്കേ.